ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ യാദർച്ഛികമായി കാണുന്നതല്ല. നിങ്ങൾക്കായി ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഈ സന്ദേശം മുഴുവനായി കേൾക്കുവാൻ ശ്രമിക്കുക. ഇത് മഹാദേവൻ്റെ സന്ദേശമാണ്. അതിനാൽ തന്നെ ഇതിനെ പൂർണ്ണമായി കേൾക്കുന്നവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങളും ഇതിനെ അവഗണിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങളിത് മുഴുവനായി കേൾക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ശൂന്യതയിൽ നിന്ന് നിങ്ങൾക്ക് ഏകാന്തതയുടെ യഥാർത്ഥ പൊരുളെന്തെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നതാണ്. അശാന്തമായ മനസ്സിൽ സംഘർഷങ്ങൾ അലയടിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വൈവിധ്യമാർന്ന വഴിയിലൂടെ സഞ്ചരിക്കുക തന്നെ ചെയ്യും. ആ മനസ്സിൻ്റെ യഥാർത്ഥ ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കേണ്ടത് അനിവാര്യമാണ്. ആ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ നിങ്ങളെ തളർത്തുവാനും പിന്നോട്ട് വലിക്കുവാനും ഒരുപാട് പേര് ശ്രമിക്കുന്നതാണ്. നിങ്ങളെ കുറ്റം പറയുന്നവരും നിങ്ങളുടെ കഴിവുകളെ ഇടിച്ചു താത്തുന്ന ആൾക്കാരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. അവരുടെ കഴിവുകളുടെ പ്രതീകമല്ല, അവരുടെ കഴിവിൻ്റെ യഥാർത്ഥ മൂല്യത്തെ അവർ മനസ്സിലാക്കുന്നത് കൊണ്ടല്ല നിങ്ങളുടെ കഴിവുകളെ അവർ കുറ്റം പറയുന്നത്. അവർക്ക് നിങ്ങളുടെ കഴിവിൽ അസൂയ തോന്നാൻ നിങ്ങളുടെ കഴിവുകളിൽ ശക്തനാണെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഓരോ ആളുകളും നിങ്ങളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ അവരുടെ ആ മനോവൈകല്യത്തെ തിരിച്ചറിയുക. അല്ലാതെ നിങ്ങൾ അവരുടെ കുറ്റങ്ങൾ നിങ്ങളുടെ ലക്ഷ്യബോധത്തെ തളർത്തുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം സമുദ്രത്തെ ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ആ സമുദ്രത്തിൻ്റെ ആഴവും തീവ്രതയും മനസ്സിലാവുകയില്ല. അതിലിറങ്ങിപ്പോകുന്ന വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥ ആഴത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ശൂന്യമായ ആകാശം നാം ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ആകാശത്തിന് ഒരു ശൂന്യതയിൽ കൂടെ മാത്രമേ നമുക്ക് ദർശിക്കുവാൻ സാധ്യമാകുന്നുള്ളൂ. എന്നാൽ ആ ആകാശത്തിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ആകാശത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കും. ആ ആകാശത്തിൽ നിന്ന് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഈ ലോകം എത്ര ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നും. അത്രയ്ക്ക് ആകാശത്തിൻ്റെ വലിപ്പവും വിശാലവും അതിന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് കാര്യം നോക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ കാര്യങ്ങൾക്ക് എത്രത്തോളം ഈ നമ്മളുടെ ജീവിത പരിതസ്ഥിതികളുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ സന്ദേശങ്ങളും നിങ്ങൾക്ക് പുതിയ പാഠങ്ങൾ പഠിക്കുവാനുള്ള വഴികൾ തെളിക്കുന്നതാണ്. എന്നാൽ ഈ മഹാദേവൻ്റെ സന്ദേശങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ മൂല്യവും തത്വങ്ങളും വർദ്ധിപ്പിക്കുവാൻ നിങ്ങളെ പ്രാപ്തനാക്കുക എന്ന ശക്തിയേറിയ വാക്കുകളാണ്. ആ ശക്തിയേറിയ വാക്കുകളെ കേൾക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഒരു വ്യക്തിയുടെയും പിൻപോട്ടുള്ള നിങ്ങളെ വലിക്കുന്ന ആ ഒരു ദുർനിമിത്തങ്ങളെയും ആ വ്യക്തികളുടെ പ്രേരണകളെയും നിങ്ങൾ ഒരിക്കലും മാനിക്കേണ്ടതില്ല. അതിനെ വലിച്ച് പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. ആര് നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും, ആര് നിങ്ങളെ പുറകിൽ നിന്ന് വലിച്ച് നിങ്ങളെ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അവരെ ഭേദിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ലക്ഷ്യം വലുതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചുറ്റുപാടുമുള്ള നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമായ മതിൽക്കെട്ടുകളെയോ കൂട്ടമായ പിൻവിളികളെയോ ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ തന്നെ ഉണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് തീവ്രമായ വേഗത്തിൽ നിങ്ങൾ എത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വഴിയിൽ തടസ്സമാകുന്ന എല്ലാ തടസ്സങ്ങളെയും ഭേദിക്കുവാൻ നിങ്ങൾ ശക്തനാണ്. ആ ശക്തി നിങ്ങളിൽ നിന്ന് തന്നെ നേടിയെടുത്ത കഴിവാണ്. അതിനാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മഹത്വവും നിങ്ങളുടെ ശക്തിയും വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള പല സംഘർഷങ്ങളും അനുഭവങ്ങളും ആ വഴിയിൽ നമുക്ക് പഠിക്കുവാൻ നമുക്ക് പാഠങ്ങൾ നൽകുന്നതാണ്. എന്നാൽ ആ വഴിയെ നാം പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തടസ്സങ്ങളെയല്ല, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ പോകുന്ന വേഗതയും ആ ലക്ഷ്യത്തിലെത്തുവാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെയുമാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാനും കുതിച്ചുയരുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ ജീവിതത്തിൻ്റെ ശരിയായ ദിശയിൽ എത്തുകയും നിങ്ങൾ ആ ദിശയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ മറ്റു വ്യക്തികൾക്ക് ഒരു പാഠമാകുകയും ചെയ്യുന്നതാണ്.
നിങ്ങളുടെ കഴിവുകൾ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ പരാജയം തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള വിജയത്തിന് കാരണമായി തീരുകയും ചെയ്യും. ജീവിതത്തിൽ ഒരു കാരണത്തെയും ഒരു പരാജയത്തെയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ നാം ദർശിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. എന്നാൽ നാം ആ ദർശിക്കുന്ന കാര്യങ്ങളെ ഒരിക്കലും വലുതായി കാണരുത്. നമ്മളുടെ ജീവിതത്തിൽ നാം അതിൻ്റെ അടുത്തെത്തി എന്ന് സങ്കല്പിച്ചുകൊണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു മതിൽ പോലും വളരെ വലുതായി തോന്നും. എന്നാൽ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ ആ ലക്ഷ്യം വളരെ ചെറുതായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ അടുത്താണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ മുൻപോട്ട് പോകുവാൻ ശക്തനാക്കുന്നത്. ആ വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. അടിപതറാത്ത ആത്മവിശ്വാസമാണ് നിങ്ങളുടെ മനക്കരുത്ത്. ആ അടിപതറാത്ത ആത്മവിശ്വാസം നിങ്ങളിലുണ്ട്. നിങ്ങളൊരു ശക്തനായ വ്യക്തിയാണ്. നിങ്ങൾ പരാജയങ്ങളെ പോലും അഭിമുഖീകരിച്ചിട്ടുള്ള ശക്തിയുള്ളൊരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ കഴിവുകൾ എപ്പോഴും മറ്റു വ്യക്തികൾക്ക് അതിശയം തോന്നിപ്പിക്കുന്നതായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങളെ ചുറ്റും നിങ്ങളെ മനസ്സിലാക്കുന്ന സമൂഹത്തിനും മറ്റു വ്യക്തികൾക്കും അത് നന്നായി അറിയാം. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ ഒരിക്കലും ചെറുതായിട്ടില്ല. നിങ്ങളുടെ കഴിവുകൾ എപ്പോഴും മറ്റു വ്യക്തികൾക്ക് ആരാധന തോന്നുന്ന വിധത്തിൽ മഹത്വമേറിയതാണ്. അതിനെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലെ എല്ലാ ചിന്തകളെയും എല്ലാ പാപഭാരങ്ങളെയും നിങ്ങൾ മുക്തമാക്കിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ആരംഭിക്കുക. ആ വഴിയിൽ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ശക്തിയുള്ളൊരു വ്യക്തി തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ആത്മാവിലെ ചിന്തകളാണ് നിങ്ങളെ പലപ്പോഴും പിൻപോട്ട് വലിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് സമൂഹത്തെ നോക്കാൻ സാധിക്കും, എങ്ങനെ നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും, മറ്റു വ്യക്തികൾ എങ്ങനെ നിങ്ങളെ നോക്കുന്നു, മറ്റു വ്യക്തികൾ നിങ്ങളോട് എങ്ങനെ സമീപിക്കുന്നു, അവരെന്തായിരിക്കും പറയുന്നത്, എങ്ങനെയുള്ള ചിന്തകളെല്ലാം നിങ്ങളെ അലട്ടുന്നുണ്ട്. ആ ചിന്തകളെ നിങ്ങൾ ദൂരീകരിക്കുക. ആ ചിന്തകളിൽ നിന്ന് മുക്തി നേടുമ്പോൾ തന്നെ ശക്തി നിങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ആ ശക്തി നിങ്ങൾക്ക് ആർജിക്കുവാനുള്ള തേജസ്സും കരുത്തും നൽകും. ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക. ജീവിതം പരാജയങ്ങളിൽ നിന്ന് തന്നെയാണ് പടിപടികളായി ഓരോ ഉയരങ്ങളിലേക്ക് ചുവടുവെച്ച് നിങ്ങളെ ഉയർത്തിക്കൊണ്ടു പോകുവാൻ പ്രാപ്തനാക്കുന്നത്. ആ പടികളുടെ എണ്ണം എത്ര തന്നെ ആയിക്കോട്ടെ, ആ പടികളിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള നിങ്ങളുടെ കാൽപാദത്തിൻ്റെ ആ ശക്തി നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കുന്നത്. ആ ശക്തിയെ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ആ ശക്തിയെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. കാരണം ആ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാല് വഴുതി താഴേക്ക് വീഴുകയും ചെയ്യുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് ഉറച്ച ബലം നൽകുന്നത്. ആ ഉറച്ച ബലം പ്രാപ്തമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പർവ്വതത്തിൽ പോലും കയറിപ്പോകുവാൻ സാധിക്കുന്നതാണ്. ആ ദൂരം നിങ്ങൾക്ക് വളരെ ചെറുതായിത്തീരുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൂരത്തെയോ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലെ പടിക്കെട്ടുകളുടെ എണ്ണത്തെയോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. അതിനെ ഒരിക്കലും ഭയപ്പെടേണ്ട. ജീവിതം വളരെ രസകരമാണ്, വളരെ സന്തോഷദായകവുമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളുടെ അനുഭവങ്ങളുമുണ്ട്, സംഘർഷങ്ങളുടെ പോരാട്ടങ്ങളുടെയും നിങ്ങളെ ശക്തമായി തളർത്തുന്ന ശത്രുക്കളുടെയും കൂട്ടമായ ആക്രമണങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ട്. ആ ചുറ്റുപാട് നടക്കുന്ന സംഘർഷങ്ങളെയും കൂട്ടമായ ആക്രമണങ്ങളെയും എല്ലാം തരണം ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണ്. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യത്തെ നിങ്ങൾ വളർത്തുക. നിങ്ങൾ നിങ്ങളാൽ തന്നെ ശക്തനാണ്. നിങ്ങളെ തളർത്താൻ ആർക്കും ആവുകയില്ല. ഈ ഒരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉണർവായി കരുതുക. ആ ഉണർവ് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ തേജസ്സും ശക്തിയും വർദ്ധിക്കുക തന്നെ ചെയ്യും. നിങ്ങളതിൽ വിശ്വസിക്കുക. ആത്മാവിൽ കൊടുക്കുന്ന ബലം നിങ്ങളുടെ ശക്തിയാണ്. ആ ശക്തിയാണ് നിങ്ങളുടെ യഥാർത്ഥ ഊർജം. ആ ഊർജമുള്ളപ്പോൾ ഒരിക്കലും ആർക്കും തകർക്കുവാനോ തളർത്തുവാനോ നിങ്ങളെ സാധിക്കുകയില്ല.
അത് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ മറ്റു വ്യക്തികളുടെ വലിപ്പത്തിലോ മറ്റു വ്യക്തികളുടെ ശക്തിയിലോ നിങ്ങളുടെ ശക്തിയെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റു വ്യക്തികളെക്കാൾ കൂടുതൽ ശക്തി നിങ്ങൾക്കുണ്ടെന്നോ മറ്റു വ്യക്തികളെക്കാൾ ശക്തി കുറവാണെന്നോ നിങ്ങൾ കരുതേണ്ടതില്ല. കാരണം ശക്തി എപ്പോഴും സ്ഥിരമായ ഒരു ഊർജം ഒരാളിലും പ്രദാനം ചെയ്യുന്നില്ല. അത് ആത്മാവിൽ നിന്ന് വരുന്ന ബലമാണ്. ഒരാളിപ്പോൾ ഇന്ന് ശക്തനായിരിക്കാം, എന്നാൽ ആ ആളെക്കാളും ശക്തനായ വ്യക്തി അയാളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഈ ലോകം പഠിപ്പിക്കുന്ന പാഠം അതുതന്നെയാണ്. നിങ്ങൾ ശക്തി കുറഞ്ഞ ആളാണെന്ന് വിചാരിച്ചാൽ നിങ്ങളെക്കാളും ശക്തി കുറഞ്ഞ വ്യക്തികളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശക്തി ഇല്ലെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ നിങ്ങളുടെ ചുറ്റും കൂടി നിൽക്കുന്ന വ്യക്തികളുടെ നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ആ പിൻവിളികൾ തന്നെ നിങ്ങളുടെ ശക്തിക്ക് ഉദാഹരണമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ശക്തിയുള്ള വ്യക്തിയായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നവർ നിങ്ങളെ പുറകിലേക്ക് വലിച്ചിടാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ശക്തി ഇല്ലെങ്കിൽ അവർ നിങ്ങളുടെ മുമ്പിൽ കയറിപ്പോവുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങളുടെ പുറകിൽ ആണ് അവർക്ക് എന്ന സ്ഥാനം. കാരണം അവർക്ക് നിങ്ങളെക്കാൾ ശക്തി എപ്പോഴും കുറവ് തന്നെയാണ്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജത്തെ വളർത്തുവാൻ നിങ്ങളുടെ ആ ശക്തിയെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ശക്തിയില്ലെന്ന് കരുതി നിങ്ങൾ പ്രയാസപ്പെടുകയോ സ്വന്തം ആത്മവിശ്വാസത്തെ നഷ്ടമാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഊർജത്തെ തികച്ചും മനസ്സിലാക്കുന്ന സമയം വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയുടെ അവബോധവും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ശക്തി എത്രത്തോളം നിങ്ങളിലുണ്ട്, നിങ്ങളെ എത്രത്തോളം കരുത്തുള്ളവനാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം ലഭിക്കുന്നതാണ്. മനസ്സ് എപ്പോഴും ഒരു വലിയ വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷം, ആ വലിയ മരം എപ്പോഴും പരിസ്ഥിതികളെയും കഠിനമായ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് വേരുറപ്പിച്ച് നിൽക്കുന്നതാണ്. എന്നാൽ ആ വൃക്ഷത്തിൻ്റെ വേരുകൾക്ക് അതിനോടുള്ള ആത്മവിശ്വാസത്തിൽ ഉറച്ച ഒരു ബോധ്യമുണ്ടായാൽ, ആ മരമാണ് ഏറ്റവും ശക്തനെന്ന് ആ വൃക്ഷം കരുതിയാൽ അന്ന് ആ വൃക്ഷത്തിൻ്റെ അധഃപതനവും സംഭവിക്കുന്നതാണ്. എന്നാൽ ഒരു പുൽക്കൊടിക്ക് അതിൻ്റെ വേരുകളിലല്ല, അതിൻ്റെ വേരുകളിലും അതിൻ്റെ ശക്തിയിലുമല്ല വിശ്വാസം. അതിൻ്റെ വിശ്വാസം അതിൽ അർപ്പിക്കുന്ന ആ ഒരു മഹത്വത്തിലാണ്. ആ ചെടി എത്ര തന്നെ ചെറുതായിക്കോട്ടെ, ആ ചെടി പുൽക്കൊടിയാണെന്ന് തന്നെ കരുതാം. ആ പുൽക്കൊടിക്ക് അതിന്മേൽ അഹങ്കാരമില്ല. അത് വളരെ ചെറുതാണെന്നുള്ള ബോധ്യവും അതിന് തോന്നാറില്ല. അത് വലുതായാൽ അത് ശക്തിയുള്ളതായി മാറുമെന്നുള്ള ആ ഒരു അഹങ്കാരവും അതിനില്ല. അത് പ്രകൃതിയുടെ ആ എല്ലാ കാറ്റിനെയും മഴയെയും എല്ലാം സഹിച്ചുകൊണ്ട് അത് അതിജീവിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഉയരങ്ങളിലെത്തുവാൻ വേണ്ടിയുള്ള പ്രതീക്ഷകൾ മാത്രമാണ് അതിന് ശക്തി നൽകുന്നത്. ആ ശക്തിയിൽ മാത്രമാണ് അത് വിശ്വസിക്കുന്നത്. ആ ഉയരങ്ങളിൽ എത്തിച്ചേരുക എന്ന് മാത്രമേ ആ ചെടി കരുതുന്നുള്ളൂ. ആ ചെടിയെ ഒരിക്കലും ഒരു കാറ്റിനും ഒരു വലിയ മഴക്കോ ഒന്നും തകർക്കാൻ സാധിക്കുകയില്ല. എന്നാൽ വലിയ വൃക്ഷത്തിന് അതിൻ്റെ വേരുകളിലും അതിൻ്റെ പൂർണ്ണമായ വലിപ്പത്തിലും വളരെയധികം അഹങ്കാരമുണ്ട്. അതിനാൽ തന്നെ അത് വലിയൊരു കാറ്റ് വരുമ്പോൾ അതിൻ്റെ വേരുകളെ പിഴുതെറിഞ്ഞുകൊണ്ട് ആ കാറ്റ് അതിനെ വലിച്ചു താഴെയിടുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ശക്തിയും മൂല്യവും അവിടെ അവസാനിക്കുകയും ചെയ്യും. എന്നാൽ ചെറുതെന്ന് കരുതുന്ന ആ ചെടി ഒരിക്കലും നശിക്കാതെ നിലനിൽക്കുകയും ചെയ്യും. അതുതന്നെയാണ് നിങ്ങൾക്കായി ഞാൻ ഇന്ന് പറഞ്ഞ സന്ദേശം. ഇത് മഹാദേവൻ്റെ സന്ദേശമാണ്. അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണ രൂപത്തിലും നിങ്ങളുടെ കഴിവുകളിലും മഹത്വത്തിലും നിങ്ങൾക്ക് അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. പൂർണ്ണരൂപ ഭാവഭേദ അനുഗ്രഹ തമോസ്തുതേ. പൂർണ്ണരൂപത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന ആ നിമിഷം നിങ്ങളുടെ അഹങ്കാരം നിങ്ങൾക്ക് നാശത്തിന് കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ രൂപത്തിലും നിങ്ങളുടെ ശക്തിയിൽ അഹങ്കരിക്കാതിരിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കുവാനും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിലനിർത്തി കൊണ്ട് നിങ്ങൾക്ക് വിജയങ്ങളിൽ എത്തിച്ചേരുവാനും നിങ്ങളെ സ്വയം സംരക്ഷിക്കാനുമുള്ള ശക്തി ലഭിക്കുന്നതാണ്.
അതിനാൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക. മഹത്വമുള്ള ചിന്തകൾ നിങ്ങളിൽ നിറയ്ക്കുക. മറ്റു വ്യക്തികളുടെ കഴിവുകളെയും അവരുടെ സവിശേഷതകളെയും തിരിച്ചറിയുവാനും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അംഗീകാരങ്ങളും മറ്റു വ്യക്തികളുടെ മനസ്സിൽ സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തികച്ചും ഒരു പൂർണ്ണമായ ഒരു ശക്തിയുള്ള വ്യക്തിയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ സന്ദേശത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്ഥിരമായ ആ മനസ്സിൻ്റെ മൂല്യങ്ങൾ എപ്രകാരം വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. ശക്തിയിൽ വിശ്വസിക്കുക. സ്വയം വളരുവാൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം കരുത്തിൽ അഹങ്കരിക്കാതിരിക്കുക. അപ്പോൾ യഥാർത്ഥമായ അറിവിൻ്റെ ശക്തി നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനും ലഭിക്കുവാനും നിങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. ഇത് മഹാദേവൻ്റെ നിമിത്ത സന്ദേശമാണ്. ഇത് പൂർണ്ണമായും കേട്ട വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലെത്തിച്ചേരുവാനും ജീവിതത്തിൽ വിജയങ്ങൾ പ്രാപ്തമാക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാ ദൈവങ്ങൾക്കും ശക്തിയുണ്ട്. എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ടാറ്റാ.